നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി സമൻസ് അയച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തൻ്റെ മക്കൾ ഇതുവരെ ഒരു തരത്തിലുള്ള ചീത്ത പേരുകളും വരുത്തി വെച്ചിട്ടില്ലെന്നും മകനെ ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണം പോലും അറിയില്ലെന്നുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുൻപ് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് നേരിട്ട് മറുപടി നൽകുന്ന ഒരു ശീലം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാ വിഷയങ്ങളിലും സ്വീകരിക്കുന്നത് പോലെയുള്ള ഉരുണ്ടുകളിയോ മുട്ടാപ്പോക്ക് മറുപടിയോ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഉചിതമാകില്ല. കാരണം അച്ഛൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാണെന്ന ധാരണയിൽ മകനും മകളും അഴിമതിയിലൂടെ സമ്പാദിച്ചത് അത് സാധാരണ ധനസമ്പാദനത്തിനപ്പുറമാണ് എന്ന വസ്തുത ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. തൻ്റെ മകനെ ഔദ്യോഗിക ഇടനാഴികളിൽ കാണാനാകില്ലെന്നും മക്കളിൽ താൻ അഭിമാനിക്കുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മകൻ വിവേക് കിരൺ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മകന് ക്ലിഫ് ഹൗസിനെ കുറിച്ച് അറിവുണ്ടോ ഇല്ലയോ എന്നതല്ല പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുള്ളത്. മകൻ്റെ കയ്യിൽ അഴിമതിയുടെ കറയുണ്ടോ എന്നതാണ് വിഷയം. എക്സാലോജിക് വിഷയത്തിൽ വീണ വിജയനെ നിരന്തരം വിമർശിച്ചിരുന്ന മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിലും ഇപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല മറുപടിയായിട്ട് അറിയേണ്ടതെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം വിചിത്രമാണെന്നുമാണ് കുഴൽനാടൻ അഭിപ്രായപ്പെട്ടത്. മകൾക്കെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്തിയ കുഴൽനാടനാകട്ടെ ഇപ്പോൾ മകനെതിരെയും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്കായിട്ട് ഒരുങ്ങുകയാണ്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് നീണ്ട 8 മിനിറ്റോളം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. മകൻ്റെ ഇ.ഡി. നോട്ടീസ് സംബന്ധിച്ച് വിചിത്രമായ പ്രതികരണവും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത ആധികാരികമായൊരു വാർത്തയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണ് ഇ.ഡിയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും. അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയൊരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. നിങ്ങളുടെ മകന് നേരെ ഇ.ഡി നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ? നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ്. അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. മകന് നോട്ടീസ് ഇ.ഡി അയച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകണം. കാരണം അങ്ങ് പറഞ്ഞല്ലോ, മക്കളെ പ്രതി ഒട്ടും ഒരു അല്ലെങ്കിൽ ഒട്ടും ഒരു പ്രയാസം ഉണ്ടാകേണ്ടി എനിക്ക് വന്നിട്ടില്ല. മക്കളെ പ്രതി അഭിമാനം മാത്രമേ ഉള്ളൂ. മക്കളാരും അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ നടന്നിട്ടില്ല. മക്കള് തെറ്റായിട്ടുള്ളൊന്നും പ്രവർത്തിച്ചില്ല എന്ന് കേരളത്തിന് മുമ്പിൽ അങ്ങയുടെ മക്കളെക്കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഒരു മകനെക്കുറിച്ച് ഈ നിലയിലൊരു മാധ്യമ സ്ഥാപനം, അതിന് പിന്നാലെ മറ്റ് മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെടുകയും മകൻ്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയത് ലാവലിൻ കമ്പനിയാണെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് ഇതുപോലെ വന്ന് മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോകേണ്ട ആളല്ല അങ്ങ്. അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്, കളവായ വാർത്തയാണ്, എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകണം. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പുഞ്ചിരിയോടെ നേരിട്ടു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ, ഏറ്റവും നന്നായി ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ അങ്ങേക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റ് ഈ ചുറ്റും നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണോ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അങ്ങയുടെ ഇന്നലത്തെ പ്രസ്താവനയിൽ നിന്നും കേരളം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് മക്കളെക്കുറിച്ചുള്ള അഭിമാനം പറഞ്ഞ് മാത്രം മതിയാക്കാതെ ഇവർ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ, മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണ് എങ്കിൽ, അങ്ങയുടെ മകനെതിരെ ഒരു ഇ.ഡി നോട്ടീസും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ
അതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. അതല്ല, ED നോട്ടീസ് ഉണ്ടായിരുന്നു, ഉണ്ടായിട്ട് ഇപ്പോഴില്ലാതായതാണ് എങ്കിൽ അതെങ്ങനെ ഇല്ലാതായി എന്നുകൂടി പറയാനുള്ള മാന്യത, മര്യാദ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം അങ്ങ് കാണിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞേ, ED വേട്ടയാടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി വേണം. ഒന്നുകിൽ ED നോട്ടീസ് അയച്ചു, ED നോട്ടീസ് അയച്ചിട്ട് പിന്നീട് നടപടി ഉണ്ടായില്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടായിട്ടില്ല എന്ന്, ഇത് വേറെ ആരെക്കുറിച്ചല്ലല്ലോ, ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരനെ കുറിച്ചല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആർജവത്തോടുകൂടി പറയണം, ഇങ്ങനെയൊരു നോട്ടീസ് എൻ്റെ മകന് ഉണ്ടായിട്ടില്ല, നിങ്ങൾ പ്രസിദ്ധീകരിച്ചത് വ്യാജമായ തെറ്റായ വാർത്തയാണ് എന്ന് നിഷേധിക്കാൻ തയ്യാറാണ്. അതല്ല, അദ്ദേഹം ഇതുവരെ തയ്യാറായില്ല. ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ വിചാരിച്ചത്, അങ്ങനെ ഒരു നോട്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെക്കുറിച്ചെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത വന്നാൽ ഈ നിലയിലാണോ നമ്മൾ പറയുക? തീർച്ചയായിട്ടും അത് വ്യാജ വാർത്തയാണെന്നും തെറ്റാണെന്നും നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തയെന്ന് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? എന്ന് പറഞ്ഞു കണ്ടില്ല. പക്ഷെ മകന് ക്ലിഫ് ഹൗസിലെ മുറി എത്രയാണെന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രസക്തമായ, നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ED നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വ്യത്യാസമാണ്. അദ്ദേഹം കോൺഫിഡൻ്റ് ആയി പറയണം, എൻ്റെ മകനെതിരെ ED സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയാൻ. കാരണം ഇന്നും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇത് സാധാരണ ഒരാളെ കുറിച്ചല്ലല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ചാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ ആൻഡ് ലൈറ്റ്. അദ്ദേഹത്തിന് വെറുതെ മറ്റ് കഥകൾ പറഞ്ഞ് ആലങ്കാരിക കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ മകനും മകളും ED നോട്ടീസിന് നേരിട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ മകനും മകളും EDയുടെ നോട്ടീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സെറ്റിൽ ചെയ്തു, എന്തായി, എവിടെയായി, അന്വേഷണം മുന്നോട്ട് പോയില്ല, നിങ്ങളുടെ മകനും മകൾക്കും എതിരെ നടപടി ഉണ്ടായില്ല, അതൊക്കെ എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതാരെയും പറയേണ്ടത്, അത് അങ്ങാണ് പറയേണ്ടത്. അങ്ങാണ് കേരളത്തോട് പറയേണ്ടത്, എൻ്റെ മകനും മകൾക്കും എതിരെ ഉണ്ടായ അന്വേഷണത്തിൽ എന്താണ് സംഭവം. അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി പറയണം, എൻ്റെ മകനോ മകൾക്കോ എതിരെ ഒരു ഏജൻസിയും നോട്ടീസ് അയച്ചിട്ടില്ല, സമൻസ് അയച്ചിട്ടില്ല എന്ന് കോൺഫിഡൻ്റ് ആയി പറയാം. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് ശ്രമിക്കരുതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കിട്ടിയിട്ടെന്നുള്ള മകനും മകളും ED അന്വേഷണം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയാം. CPM നേതാക്കന്മാർ എന്ത് നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് എന്തിനു പറയണു? അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബിയുടെ പ്രതികരണം, അദ്ദേഹം ഒരു സ്വാഭാവിക പ്രതികരണം നടത്തിയത് അങ്ങേർക്ക് പോലും പിന്നെ പിറ്റേ ദിവസം പിൻവലിക്കണം. അതാണ് CPMലെ അവസ്ഥ. അഖിലേന്ത്യാ സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ഈ നാട്ടിലെ CPM നേതാക്കന്മാരെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനിനി കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ആർജവുമില്ല, കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് തൻ്റെ ഇടമില്ല എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ സംസ്ഥാന നേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അല്ല, ഒന്നുമില്ല. ഇപ്പോൾ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ചല്ലോ, ഇംഗ്ലണ്ടിൽ പഠിച്ചതിന് ലക്ഷങ്ങൾ, ദശലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 10, 30, 40 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചെലവായിട്ടുണ്ടാകാം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല, അന്ന് അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റും ഒക്കെ ചേർത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് ലാവലിൻ കമ്പനി സഹായിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പറയണ്ടേ, എൻ്റെ മകന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ ഞാൻ 10-40 ലക്ഷം രൂപ മുടക്കിയതിൻ്റെ സോഴ്സ് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ പൊതുപ്രവർത്തനം കളങ്കരഹിതമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്പീക്കിംഗ് തിങ്സ് ആർ ദർ. അങ്ങയുടെ മകൻ ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം നടത്തിയതിന് എത്ര രൂപ ചെലവായി, അതിന് ആരെങ്കിലും പണം മുടക്കിയോ, അങ്ങ് അന്നത് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും. അന്നേരം അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കോൺഫിഡൻ്റായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ എൻ്റെ മകനും മകൾക്കും നേരെ EDയുടെ നോട്ടീസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് ആർജവത്തോടെ അങ്ങേക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല, ലഭിച്ചിട്ടില്ല, ക്ലിഫ് ഹൗസിലെ മുറി എത്രയെന്ന് അറിയില്ല, ഈ നിലയിലുള്ള വഴകുഴമ്പൻ മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം.